വിളക്കുടി ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും കോൺഗ്രസ് ബ്ലോക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ ഇളമ്പൽ PC കുഞ്ഞപ്പയ്ക്കെതിരെ ബ്ലേഡ് മാഫിയകൾ വധഭീഷണി ഉയർത്തുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതായി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. എനിക്ക് വളരെയേറെ വിഷമതകൾ സൃഷ്ടിച്ചുകൊണ്ട് എന്നെ കൊല്ലുവാനും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ അവസാനിപ്പിക്കുവാനുമായി നല്ല രീതിയിൽ എനിക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ഇന്നുണ്ട്. ആരംഭന നിലാവിൽ മുരളീധരൻ എന്ന് പറയുന്ന മാഫിയ വ്യക്തിയും ഇളമ്പലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി നിലകൊള്ളുന്ന ആളും കൂടി ചേർന്ന് ഈ സെക്രട്ടറിയുടെ ഒത്താശയോടുകൂടി എൻ്റെ ജീവൻ അപകടപ്പെടുത്തുവാനായി പല ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതിനായി ഞാൻ മുഖ്യമന്ത്രിയെയും ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയെയും പോലീസ് അധികാരികളെയും പലതവണ കണ്ട് പരാതികൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ പോലീസ് സബ് ഇൻസ്പെക്ടറുടെ ഭാഗത്തു നിന്നും ഒരു അനുകൂലമായ നടപടിയും ഉണ്ടായിട്ടില്ല. അതിന് വിവരാവകാശം അനുസരിച്ച് ഞാൻ അപേക്ഷ കൊടുത്തിരിക്കുന്ന മറുപടി, ഇതിൻ്റെ പ്രതിയെ ഞങ്ങൾ അന്വേഷിച്ചു, എന്നിട്ട് അയാൾ വരാത്തതുകൊണ്ട് ഇതിന് പരിഹാരം കണ്ടില്ല എന്ന് ആണ് മറുപടി ഇട്ടിരിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് പുനലൂരിൽ കൈപ്പള്ളിയിൽ പ്രദീപിന് ഇളമ്പൽ സ്വദേശിയായ പലിശക്കാരൻ പ്രമാണം വാങ്ങി പണം നൽകിയിരുന്നു. എന്നാൽ മുതലിന്റെ 4 ഇരട്ടി പലിശ ഈടാക്കിയ സാഹചര്യത്തിൽ പ്രദീപ് അതിനെതിരെ ചോദ്യം ചെയ്തു. തുടർന്ന് ബ്ലേഡ് മാഫിയ ഗുണ്ടാ സംഘത്തെ ഉപയോഗിച്ച് പ്രദീപിന്റെ 2 കൈയും തല്ലിയൊടിക്കുകയും വീട് അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ താൻ പ്രദീപിനെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയതിന്റെ പ്രതികാരമായാണ് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്ന് PC കുഞ്ഞപ്പി ആരോപിച്ചു. ഉന്നത പോലീസ് അധികാരികൾക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകിയിട്ടുണ്ട്. ലൈവ് വാർത്ത, പുനലൂർ.